പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാർബിൾ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് നമ്മൾ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസ് കയറി വരുന്നൊരു ഭിത്തിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭിത്തിയാണ്. അതാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് പുട്ടി നമ്മൾ വാങ്ങിച്ചിരിക്കും. പുട്ടിയും അതിനോട് വേണ്ട പെയിൻറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ജോട്ടൻ കമ്പനിയുടെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ പുട്ടിയുടെ കൂടെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സ്റ്റെയിനർ വേണം. അതായത് നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റെയിനർ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കോട്ട് പുട്ടിയൊക്കെ ഇട്ട് നല്ല പ്രൈമറൊക്കെ അടിച്ച് നല്ല സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഇന്ന് ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഭിത്തിയിൽ നമ്മൾ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയെന്ന് ഞാൻ ആദ്യം പറയാം. അപ്പം നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് കളർ നമ്മൾ ആ ഭിത്തിയിൽ അടിക്കണം. അപ്പം ഒറ്റ കോട്ട ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ 2 കോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് 2 കോട്ട് അടിക്കണം. അടിച്ചിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പം നമ്മൾ ഒരു കോട്ടാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. ഇത് കളർ നല്ല കളറായതുകൊണ്ട് തന്നെ ഇതിപ്പം ഒരു കോട്ടയിൽ തന്നെ ഇത് സെറ്റാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മൾ ചില ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏണിയൊക്കെ വെച്ച് വേണം നമ്മളിത് കട്ട് ചെയ്യാനെ കൊണ്ട് നമ്മൾ ഏണിയൊക്കെ വെച്ചാണ് കയറി. അപ്പം നമുക്ക് മറ്റൊരാളുടെ ആവശ്യം നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഈ സ്റ്റെയറൊക്കെ ചെയ്യാൻ നേരത്ത് എപ്പോഴും നമ്മളോട് ഒരാൾ വേണം, എങ്കിലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ അതെല്ലാം ഒരു കോട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മൾ പുട്ടി ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ ചേട്ടച്ചാറ് പുട്ടി ഇപ്പം അത് മാർബിൾ ഡിസൈനിൻ്റെ പുട്ടി ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യുന്നത് അപ്പം നമ്മൾ പുട്ടി എടുത്തിട്ട് ഒരു 3 ഡപ്പയ്ക്കകത്ത് നമ്മൾ കുറേശ്ശെ മാറ്റി വെക്കണം. അതായത് നമുക്ക് ഇടേണ്ട ഏതാണോ ഷെയ്ഡ് ഇടേണ്ടത് അതിൻ്റെ ഒരു വലിയൊരു പാട്ടയ്ക്കകത്ത് വെക്കുക. ബാക്കി ചെറിയ വൈറ്റും അതിനോട് വേണ്ട നമ്മൾ കളർ ചേർത്ത് മിക്സ് ചെയ്ത സാധനം മാറ്റി. ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പോയി കഴിയുമ്പോൾ ഒരു ഗുണമുണ്ട്, നമ്മൾ കൂടെ പോകുന്ന ആൾക്ക് സുഖമാണ്. കാരണം നമ്മൾ ഒരു പണിയും ചെയ്യണ്ട, താഴെ ഇരുന്ന് അവർ മണ്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ എന്ത് കാര്യം പറയുന്നു നമ്മളത് എടുത്ത് കൊടുത്താൽ മാത്രം മതി. ഇത് കണ്ടല്ലേ ടൈൽസ് നമുക്ക് ഇരിക്കുക ഇതിൻ്റെ സുഖമായിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം എടുത്ത് കൊടുക്കുന്നു. നമുക്കൊരു ടച്ചാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പണിക്ക് വേനെ കൊണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേക ഒരു താല്പര്യമാണ്. കാരണം നമുക്ക് വലിയ പണിയൊന്നുമില്ല. എന്തായാലും ഇത് ചെയ്യുന്ന ആൾക്കാർക്കാണ് പണി മൊത്തം. പിന്നെ നമുക്ക് ഇതുപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഇതിപ്പം തന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ ഏണിയൊക്കെ ഒന്ന് പിടിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. ഇതിപ്പം പുള്ളിക്കാരൻ തന്നെയാണ് ഇതിപ്പം മൊത്തം ചെയ്യുന്നത്. നമ്മൾ ചെറിയതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പുട്ടി എടുത്തിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ചരിച്ച് ഇടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മൾ ഈ ഇങ്ങനത്തെ പുട്ടി അല്ലാതെ നമ്മൾ സാധാ പുട്ടി തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മൾ ഇപ്പം ഒരു 2-3 കളർ ഞാൻ പറഞ്ഞില്ലേ 3-4 കളർ മാറ്റിയിട്ടുണ്ടെന്ന് പറയില്ല. ഇതിപ്പോൾ നമ്മളിപ്പം ഫുള്ള് ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ ചെറിയ ലൈൻ വരയ്ക്കണം. അതാണ് മെയിൻ. സാധാരണ ഈ നമ്മൾ മാർബിൾ ഡിസൈനൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ടൈൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ വരയൊക്കെ കാണത്തില്ലേ. ഇതാണ് ഇപ്പം നമ്മളിത് വരച്ചിട്ടിരിക്കും. അപ്പം ഇതെന്തുകൊണ്ടാണ് വരയ്ക്കുന്നതെന്നാണ് ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും ഇത് അറിയാൻ വയ്യാത്തൊരു പ്രശ്നം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരയ്ക്കുന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു തരാം. ഇതാണല്ലേ ഇപ്പം നമ്മുടെ പണിക്കാർ മൊത്തം സൈറ്റിലുണ്ട്, നമ്മൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എന്താ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെറിയൊരു ഭിത്തിയാണ്, പക്ഷേ അടിപൊളിയാണ്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ റോഡിൽ നിന്നൊക്കെ നോക്കിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് എടുത്തറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ വലിയ ഭിത്തിയിലൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ചെറിയ ഇടുങ്ങിയ ഭിത്തിയിലൊക്കെ ചെയ്യുന്നതാണ്. ഡിസൈൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ എറിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പോൾ നമ്മളെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് സാധാരണ ഗതി വരയ്ക്കാൻ നമ്മൾ എടുക്കുന്നത് നമ്മൾ പോളിഷ് ചെയ്യാൻ എടുക്കുന്ന കളറില്ലേ, അതായത് സ്റ്റെയിനറൊക്കെ ഇല്ലേ, അത് നമ്മൾ പിന്നെ തേക്ക് വുഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെറിയൊരു ബോട്ടിലിനകത്തിട്ട്, അതായത് നമ്മൾ കുപ്പിയുടെ അടപ്പിൻ്റെ ചെറിയൊരു ബോട്ടിലിനകത്ത് നമ്മൾ ഒഴിച്ചെടുത്തിട്ട് ചെറിയ പോയിൻറ്റ് ബ്രഷ് ഇല്ലേ, അപ്പോൾ ആ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിത് ചെറുതായിട്ട് ഇത് വരച്ചെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇനി ആരും പറയില്ല ഇത് ഇങ്ങനെ ഈ ടൈൽ ഇത് ചെയ്തിട്ട് ഇതിനകത്ത് അങ്ങനെ ഈ ലൈൻ കാണിക്കുന്നത് ആരും പറയില്ല. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിച്ചോണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മളിത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇതുണ്ടല്ലേ നമ്മുടെ പിന്നെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ലൈൻ കൊടുക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പം നമുക്കറിയാമല്ലോ നമ്മൾ ഈ പുട്ടിയിട്ട് വരച്ചതിൻ്റെ ആ ചെറിയ ഷെയ്ഡ് കാണും. അപ്പോൾ ആ ഷെയ്ഡിനോട് ചേർത്ത് തന്നെ നമ്മൾ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനിയാണ് നമ്മളിനി അടുത്ത ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇത് നമ്മൾ ഉണങ്ങാനെ കൊണ്ട് കുറച്ച് സമയം കൊടുക്കണം. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇനിയാണ് ഇതിൻ്റെ അടുത്ത പരിപാടി നമ്മളിത് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ മാർബിളിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് നമുക്കതിനകത്ത് കാണണം. അതിൽ നമ്മളെ ഒരു നിഴൽ നമുക്കതിനകത്ത് കാണണം. അപ്പം സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ നമുക്ക് നിഴൽ കാണത്തില്ല. ഇതിപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിനകത്ത് വലിയ യൂട്യൂബ് ചേട്ടന്മാരൊക്കെ ഇതുപോലെ മാർബിൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നല്ല തിളക്കമാണ്, നമ്മളെ അതിനകത്ത് കാണാൻ പറ്റും. അതെന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട്
നമ്മൾ മെഴുകുണ്ട്, മെഴുക് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ മെഴുക് നമ്മളിത് തൂക്കുക ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ വേസ്റ്റ് തൂക്കുക, അല്ലെങ്കിൽ നമ്മൾ പുട്ടി ബ്ലേഡ് നമ്മൾ തൂത്തിടും. ഇത് തൂത്ത് കഴിഞ്ഞിട്ട് ഇത് വലിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പുറത്ത് നമ്മൾ വാട്ടർ പേപ്പർ, അതായത് മെഷീൻ പേപ്പർ പിടിക്കുന്നത്. അപ്പം നമ്മളിത് പേപ്പറല്ല പിടിക്കുന്നത്, നമ്മൾ പുട്ടി ബ്ലേഡ് വെച്ച് ഉരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ മെഷീൻ ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ്. നമ്മൾ പുട്ടി ബ്ലേഡ് വെച്ച് നമ്മൾ എത്രയും ഉരയ്ക്കുന്നു അത്രയും നല്ല അടിപൊളി ഗ്ലേസിങ് ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം ഇത് കണ്ടില്ല, ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ചെയ്തതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ 1-2 തവണ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ യൂട്യൂബിനകത്ത് ഇടുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്.